സോ വെൽക്കം ബാക്ക് ടു ഏണസ്റ്റ് അക്കാദമി. നമ്മളിന്ന് മൊഡ്യൂൾ 6ന്റെ റിവിഷൻ വീഡിയോ ആണ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാണ്. വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് നോട്ട് ദി പർപ്പസ് ഓഫ് ഗ്രീസ്? തന്നിരിക്കുന്നവയിൽ ഗ്രീസിന്റെ പർപ്പസ് അല്ലാത്തത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഗ്രീസിന്റെ പർപ്പസ് അല്ലാത്തത് ഓപ്ഷൻ എ ക്യാരി അവേ ദി ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ബെയറിംഗ്. ഓപ്ഷൻ ബി prevent metal to metal contact and reduce friction. Option C prevent entry of foreign material. I see a dust, dirt, etc. in the bearing. Option D provide a cushion to the load and shock. ചെറിയൊരു ഡൗട്ട് ഉണ്ടാകാൻ സാധ്യത ക്വസ്റ്റ്യൻ ആണല്ലേ. ഇതിൽ ഏതാണ്? എല്ലാം ഒരു കൂളന്റിനെ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം കൂളന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്തുകൊണ്ടാന്ന് പറയാം. ഓപ്ഷൻ എ ആണ്. ഈ ഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് ഫ്ലോ ഇല്ലാത്ത ഒരു സാധനമാണ് അല്ലേ. അത് നമ്മൾ സ്ഥലത്ത് തേച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുകയുള്ളൂ, അതിന് ഫ്ലോ ഇല്ല. അതൊരു സോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി സോൾഡ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് ഗ്രീസ്. ആ സമയത്ത് ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യുന്ന സാധനമാണ് അല്ലെ കട്ടിംഗ് ഫ്ലൂയിഡ്. അല്ലെങ്കിൽ ഓയിൽ, ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഓയിലൊക്കെ ആണെങ്കിലും ഒരു ഫ്ലോ ഉള്ള സാധനമാണ്. അപ്പൊ ഗ്രീസിന് ഫ്ലോ ഇല്ല. അതൊരു സ്ഥലത്ത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അത് തീരുന്ന വരെ അവിടെ തന്നെ ഉണ്ടാവും. പയ്യെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തീർന്നു പോകും. നോക്കിയേ, ഗ്രീസിന് അതിന് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഹീറ്റിനെ ക്യാരി എവേ ചെയ്യാൻ പറ്റുമോ? അതില്ല. ഈ ഗ്രീസിന് ഹീറ്റിനെ നമുക്ക് വേറെ സ്ഥലത്തേക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലല്ലേ. കാരണം ഗ്രീസ് ഫ്ലോ ചെയ്യുന്നില്ല. ഗ്രീസിന് അവിടെ ഹീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, അവിടെ തന്നെ അത് ലിബറേറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. അതിന് വേറെ സ്ഥലത്തേക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഏകദേശം കറക്റ്റ് ആണ്. അതിന് പ്രിവെന്റ് മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് കറക്റ്റ് ആണ്. പ്രിവെന്റ് എൻട്രി ഓഫ് ഫോറിൻ മെറ്റീരിയൽ ദാറ്റ് ഈസ് ഡസ്റ്റ്, ഡർട്ട് ഇൻ ദി ബെയറിംഗ്. അതായത് ബെയറിംഗിലേക്ക് ഈ പറയുന്ന തന്നെ അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രീസ് അതിനെ പെട്ടെന്ന് അങ്ങോട്ട് ഡസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രീസുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ അതും ശരിയാണ്. പ്രൊവൈഡ് എ കുഷൻ ടു ലോഡ് ആൻഡ് ഷോക്ക്, അതും കറക്റ്റ് ആണ്, ഡൗട്ട് ഇല്ല. സോ ഗ്രീസ് ഫ്ലോ ചെയ്യുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അത് ഹീറ്റിനെ ക്യാരി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ഫയർ പോയിന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കൂളന്റ് പഠിക്കുമ്പോൾ ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, പോർ പോയിന്റ്, ഇത് മൂന്നും എന്താന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നോണം. അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അതിന്. ഫയർ പോയിന്റ് ഈസ് ഓപ്ഷൻ എ ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് an oil gives off sufficient vapor to burn it continuously when ignited. Option B temperature at which the oil will cease to flow when cooled. Option C the lowest temperature at which the oil gives off sufficient vapor to support a momentary flash without actually setting the fire. The temperature at which fire is produced. എന്താണ് ഫയർ പോയിന്റ്? ഓപ്ഷൻ എ ആവാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ ഡി ആവാനും, നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആവാനും സാധ്യതയുണ്ട് അല്ലെ. ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഫയർ ഇസ് പ്രൊഡ്യൂസ്ഡ്. പക്ഷെ ആക്ച്വലി ഫയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനേഷൻ പഠിച്ചോളാം. ആക്ച്വലി ഈ ഫസ്റ്റ് 3 സ്റ്റേറ്റ്മെന്റ് 3 പോയിന്റുകളുടെ ഡെഫിനിഷൻ ആണ്. അത് പഠിക്കാൻ എളുപ്പമാണ്. അങ്ങനെ നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്താ നോക്കാം. സോ ഫയർ പോയിന്റ് ഡെഫിനിഷൻ നോക്കിയേ. ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് an oil gives off sufficient vapor to burn it continuously when ignited. അതായത് ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ. ഫയർ പോയിന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. അറ്റ് വിച്ച് ദി ഓയിൽ ഗീവ്സ് ഓഫ് സഫിഷ്യന്റ് വേപ്പർ. ആ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും, ആ ഓയിൽ അല്ലെങ്കിൽ കൂളന്റ് അല്ലെങ്കിൽ എന്തിൻ്റെയാണോ ആ ഫ്ലൂയിഡിന്റെ ആ ഫ്ലൂയിഡ് അതെന്ത് ചെയ്യും, ആവശ്യത്തിന് വേപ്പർ തരും. വേപ്പറൈസ് ചെയ്ത് ആവശ്യത്തിന് വേപ്പർ ആയിട്ട് അവിടെ നിൽക്കും. ഓക്കെ, ആ വേപ്പറിനെ നമ്മൾ പയ്യെന്ന് കത്തിച്ചെടുത്തു കഴിഞ്ഞാൽ ആ വേപ്പറിനെ പയ്യാണ് കത്തിച്ചെടുത്തു കഴിഞ്ഞാൽ അതാണ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, ബേണാകും. അതാണ് ഇത് ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിങ്ങനെ എത്രയും എക്സ്പാൻഡ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ബേൺ ഇറ്റ് കണ്ടിന്യൂസ്ലി വെൻ ഇഗ്നൈറ്റഡ്, ഈ ഒരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഫയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ എന്ന് പറഞ്ഞാൽ തീയാണ് അല്ലെ. തീ പിടിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബേൺ ചെയ്യണം. അതായത് ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്യുന്ന പോയിന്റ്, അതാണ് ഫയർ പോയിന്റ്.
അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിനെയാണ് ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. ഫയർ പോയിന്റ് എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ആണ്. ആ ടെമ്പറേച്ചറിൽ വെച്ച് എന്ത് ചെയ്യും, നമ്മൾ അതിനെ കത്തിച്ചു കഴിഞ്ഞാൽ, ആ ഓയിലിനെ കത്തിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, വേണം, അതായത് കത്തിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ഫയർ പോയിന്റ്. ഇനി ഫ്ലാഷ് പോയിന്റ് എന്നുള്ള സാധനമുണ്ട്, അതാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്, ഫ്ലാഷ് പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്ററി ഫ്ലാഷ്, അല്ലെങ്കിൽ വെറുതെ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ശരിയാ. വെൻ ഇഗ്നൈറ്റഡ്. ഇവിടെ എന്താണ്? ബേൺ ഇറ്റ് കണ്ടിന്യൂസ്ലി വെൻ ഇഗ്നൈറ്റഡ്. ഇവിടെ എന്താണ്? മൊമെന്ററി ഫ്ലാഷ് വെൻ ഇഗ്നൈറ്റഡ്. വേറെ വ്യത്യാസമൊന്നുമില്ല. ബേൺ ഇറ്റ് കണ്ടിന്യൂസ്ലി മാറ്റിയിട്ട് മൊമെന്ററി ഫ്ലാഷ് ആക്കുക. ബാക്കി ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞ രീതിയിൽ പഠിച്ചാൽ മതി. മൊമെന്ററി ഫ്ലാഷ് വെൻ ഇഗ്നൈറ്റഡ്. അതായത് ഒരു ടെമ്പറേച്ചറിൽ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഓയിൽ എന്തിൻ്റെയാണോ ഫ്ലാഷ് പോയിന്റ് അല്ലെങ്കിൽ ഫയർ പോയിന്റ് കണ്ടുപിടിക്കേണ്ടത്, അത് തണുത്തുറഞ്ഞിരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ അതിനെ ചൂടാക്കി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയെന്ന് വിചാരിക്കാം. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമ്മൾ അതിനൊന്ന് കത്തിക്കാന്ന് വിചാരിക്കാം. കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ തീയൊന്നും ഉണ്ടാവും, അതായത് ഒന്ന് കത്തും, അപ്പൊ തന്നെ അത് കിട്ടും, തീ അപ്പൊ തന്നെ കിട്ടും. അങ്ങനെയുള്ള ടെമ്പറേച്ചറിനെ നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഓയിലുണ്ട്, അത് തണുത്തിരിക്കുകയാണ്, അത് നമ്മൾ ചൂടാക്കി ഒരു ടെമ്പറേച്ചറിലാക്കി വെച്ചു. സോ ആ ടെമ്പറേച്ചറിൽ വെച്ച് നമ്മൾ കത്തിച്ചു നോക്കിയപ്പോ അത് ജസ്റ്റ് ഒന്ന് കത്തി അപ്പൊ തന്നെ കെട്ടുപോയി. ദാറ്റ് മീൻസ് ഒരു ഫ്ലാഷ് ഉണ്ടായി. ആ ടെമ്പറേച്ചർ നമ്മൾ എന്ത് പറയും? ഫ്ലാഷ് പോയിന്റ് എന്ന് പറയും. അത് നമ്മൾ പിന്നെയും ചൂടാക്കി, ആ ഓയിലിനെ നമ്മൾ പിന്നെയും ചൂടാക്കി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിച്ചു. എന്നിട്ട് നമ്മൾ പിന്നെയും കത്തിച്ചു നോക്കിയപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കത്തുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ വിളിക്കുന്നവരാണ് എന്ത്? ഫയർ പോയിന്റ്. ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും മാറിപ്പോരുത്. ഓക്കെ, ഫ്ലാഷ് പോയിന്റ് ആയിരിക്കും എന്ത്? ചെറിയ വാല്യൂ, ചെറിയ ടെമ്പറേച്ചർ. ഫയർ പോയിന്റ് ആയിരിക്കും എന്ത്? അല്പം കൂടി വലിയ ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ. സോ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ. അതായത് ചുമ്മാ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെയാണ്. ടെമ്പറേച്ചർ അറ്റ് വിച്ച് an oil gives off sufficient vapor to burn it continuously when ignited. ആണെങ്കിൽ എന്താണ്? അത് ഫയർ പോയിന്റ്. ടു ബേൺ ഇറ്റ് കണ്ടിന്യൂസ്ലി മാറ്റിയിട്ട് എന്താണ്? സഫിഷ്യന്റ് വേപ്പർ ടു സപ്പോർട്ട് എ മൊമെന്ററി ഫ്ലാഷ്. ടു സപ്പോർട്ട് എ മൊമെന്ററി ഫ്ലാഷ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൊമെന്ററി ഫ്ലാഷ്. എന്തായി? അത് ഫ്ലാഷ് പോയിന്റ് ആയി. ഓക്കെ, ഫ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീ ഉണ്ടായിട്ട് കെട്ടുപോകുന്നു, അതാണ് ഫ്ലാഷ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞടാ. ഓപ്ഷൻ ബി, അതെന്ത് പോയിന്റ്? അത് പവർ പോയിന്റ്. അതായത് ഓപ്ഷൻ ബി നമ്മൾ പവർ പോയിന്റ് എന്ന് പറയും. പവർ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ഒരു കൂളന്റിനെ നമ്മൾ തണുപ്പിച്ചോ അങ്ങനെ ഉറച്ചു വെച്ചേക്കുക, അതായത് സോൾഡ് സ്റ്റേറ്റിൽ ഇരിക്കാന്ന് വിചാരിക്കാം. ഇത് ഞാൻ ചൂടാക്കി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോഴായിരിക്കും ഇത് ഫ്ലോ ചെയ്യുള്ളൂ. ചൂടാക്കി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാലായിരിക്കും ഇത് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പൊ ആ ഫ്ലോ ചെയ്യുന്ന ടെമ്പറേച്ചർ, അതിന് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ചു പറഞ്ഞാലും ശരിയാ. എന്താണ്? നമ്മുടെ കയ്യിൽ സാധാ ഒരു കൂളന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിലുള്ള ഒരു കൂളന്റ് അല്ലെങ്കിൽ ഒരു ഓയിൽ എന്തോ ആവട്ടെ. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യണം? തണുപ്പിക്കുകയാണ്. ചൂടാക്കുന്ന തണുപ്പിക്കുകയാണ്. തണുപ്പിച്ച് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കും, അതിന്റെ ഫ്ലോ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്ലോ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. അതായത് സോൾഡ് സ്റ്റേറ്റിലേക്ക് മാറും, അല്ലെ? ഒരു സെമി സോൾഡ് ആവാന്ന് തന്നെ പിന്നെ സോൾഡ് ആയിട്ട് മാറും. സോ ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്നവരാണ് എന്ത്? പവർ പോയിന്റ് എന്ന് പറയുന്നത്. പവർ പോയിന്റ്. അപ്പൊ ഈ 3 പ്രോപ്പർട്ടീസ് ഒന്ന് അറിഞ്ഞിരുന്നോളാം കേട്ടോ. ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, പവർ പോയിന്റ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഓഫ് എ ലൂബ്രിക്കന്റ് ഈസ്. ഇതിങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. ഇതിങ്ങനെ തന്നെ ചോദിക്കും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഓഫ് എ ലൂബ്രിക്കന്റ് ഈസ് ഏതാ? വിസ്കോസിറ്റി. ഇത് പലതവണ കേരള പി സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. PYQ ആണ്. PYQ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഓഫ് എ ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞാൽ അത് വിസ്കോസിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗുഡ് എക്സാമ്പിൾ ഓഫ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ഇതിൽ ഏതാണ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം? റെസിൻ, റിംഗ് ലൂബ്രിക്കേറ്റേഴ്സ്,
റോളിംഗ് ഓയിൽ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? റിംഗ് ലൂബ്രിക്കേറ്റേഴ്സ് ആണ് അല്ലെ. റിംഗ് ലൂബ്രിക്കേറ്റേഴ്സ്. എന്താണ് ഇപ്പൊ റിംഗ് ലൂബ്രിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ ഇപ്പൊ എവിടെയാണോ ഓയിലിംഗ് കൊടുക്കേണ്ടത്, ഇവിടെ ഒരു നോക്കി, ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, അതൊരു ഒരു ബെയറിംഗ് കാണിച്ചിരിക്കുന്നത്. ആ ബെയറിംഗിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കറങ്ങുവാണ്. ഇവിടെ നോക്കി, ഇവിടെ ഒരു റിംഗ് ഉണ്ട്, റിംഗ്. ഈ റിംഗിന്റെ ഒരു ഭാഗം എന്താണ്? ഓയിലിന്റെ ഒരു കണ്ടെയ്നറിൽ, ഓയിൽ സമ്പിൽ ഇങ്ങനെ മുക്കി വെച്ചേക്കുവാണ് അല്ലെ, മുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ ഷാഫ്റ്റ് ഇടുന്ന് കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് റിംഗ് ഇറങ്ങും. റിംഗ് ഇറങ്ങുമ്പോൾ എന്താ, ഈ ഓയിൽ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്ത് ഈ ബിയറിംഗിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തും. അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ അതാണ് എന്ത്, നമ്മുടെ റിംഗ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഫിഗർ വന്നിട്ട് ഇത് ഏത് ലൂബ്രിക്കേഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. NCVT ക്വസ്റ്റ്യൻ, നിമി ക്വസ്റ്റ്യൻ ആണ്. ഈ ഫിഗർ വന്നിട്ട് ഇത് ഏത് ലൂബ്രിക്കേഷൻ ആണെന്ന് ചോദിക്കും. കേരള PCക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫിഗർ ഒക്കെ വരാറുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചോദിക്കാം. അപ്പൊ അതാണ് എന്ത്, റിംഗ് ലൂബ്രിക്കേഷൻ. ഫിഗർ ഒന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ, റിംഗ് ലൂബ്രിക്കേഷൻ. ഓക്കെ, ഈ ലൂബ്രിക്കേഷന്റെ പേരെന്താ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ലൂബ്രിക്കേഷൻ? ക്വിക്ക് ഫീഡ് മെത്തേഡ്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? വിക്ക് ഫീഡ് മെത്തേഡ് ആണ്. ആക്ച്വലി ഇവിടെ എന്താ സംഭവം എന്ന് പറയുന്നത്, ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഓയിലാണ്, ഓയിൽ. അപ്പോ ആ ഓയിലിൽ നിന്ന് നമ്മള് ഒരു വിക്ക് ഫീഡ്, അതായത് തുണി, ഇത് തുണിയാ. ഈ തുണി നമ്മുടെ എങ്ങോട്ടേക്കാണോ, ഇത് കൂടെ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ട്. ഇതിപ്പോ ക്രോസ് സെക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ക്രോസ് സെക്ഷൻ ആണ്. ഇത് ഇവിടെ മുതൽ എന്താ, ഫുൾ വ്യൂ. അപ്പൊ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും, നമ്മുടെ ലൂബ്രിക്കേഷൻ വേണ്ട സ്ഥലത്തേക്ക് ഒരു ഹോൾ ഉണ്ടാവും. അപ്പൊ അവിടെ വരെ ഈ വിക്ക് ഫീഡ് ഉണ്ടാവും. വിക്ക് ഫീഡ് എന്ന് പറഞ്ഞാൽ കോട്ടൺ തുണി, വേറെ ഒന്നുമില്ല, വിക്ക്. അപ്പൊ ആ തുണി ഉപയോഗിച്ച് നമ്മൾ ചെയ്യാം, ലൂബ്രിക്കേഷൻ ചെയ്യാണ്. അതാണ് എന്ത്, ഈ കാണിച്ചിരിക്കുന്നത് ഫിഗർ. എന്നിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വിക്ക് ഫീഡ് ലൂബ്രിക്കേഷൻ മെത്തേഡ് ആണ്. ഈ വിക്ക് ഫീഡ് ലൂബ്രിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു എന്ത് മെത്തേഡാ? ഏത് തരം ലൂബ്രിക്കേഷൻ മെത്തേഡാന്ന് പറയാമോ? ഗ്രാവിറ്റി ഫീഡ് മെത്തേഡ്. ഗ്രാവിറ്റി ഫീഡ് മെത്തേഡ് ആണ് കേട്ടോ. ഗ്രാവിറ്റി ഫീഡ് മെത്തേഡ്, ഗ്രാവിറ്റി ഉപയോഗിച്ചുള്ള ലൂബ്രിക്കേഷൻ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് വിക്ക് ഫീഡ് മെത്തേഡ്. അതും ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ലൂബ്രിക്കേഷൻ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ലൂബ്രിക്കേഷൻ? ഓപ്ഷൻസ് വായിച്ചു നോക്കി. ഓയിൽ കപ്പ്. ക്വസ്റ്റ്യൻ അല്ലേ, ഇതും NCVT ക്വസ്റ്റ്യൻ ആണ്. ഓയിൽ കപ്പാണ്, അതായത് കപ്പ് ഉണ്ടാവും, വളരെ സിമ്പിൾ ആണ്. ഒരു കപ്പ് ഉണ്ടാവും, അവിടെ ഓയിൽ ഉണ്ടാവും. ദെൻ ഇതും എന്താണ്, ഒരു ഗ്രാവിറ്റി ഫീഡ് ലൂബ്രിക്കേഷൻ ആണ് കേട്ടോ. ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ലൂബ്രിക്കന്റ് അതിന്റെ താഴെയുള്ള എവിടെയെങ്കിലും ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നത്. ഓയിൽ കപ്പ്. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം? ഫിഗർ നോക്കിയിട്ട് പറഞ്ഞേ. ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ പേരെന്താ? ഹാൻഡ് പ്രഷർ ഫീഡ്. നോക്കി, എന്തുകൊണ്ടാ ഹാൻഡ് പ്രഷർ ഫീഡ് ആയ? ഇപ്പൊ നമുക്കൊരു ഹാൻഡ് ലിവർ കാണണ്ട നമ്മൾ അല്ലെ, ഹാൻഡ് ലിവർ. അപ്പൊ ഈ ഹാൻഡ് ലിവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നുള്ള ഓയില് ഇത് കൂടെ വന്നിട്ട്, ഈ പമ്പിലേനെ കൂടെ വന്നിട്ട് പല സ്ഥലത്തേക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. അപ്പൊ ഈ ഹാൻഡ് ലിവർ കാണുന്നതുകൊണ്ട് തന്നെ നമുക്കത് ഹാൻഡ് പ്രഷർ ഫീഡ് എന്ന് പറയാൻ പറ്റും. ഹാൻഡ് പ്രഷർ ഫീഡ്. ഓക്കെ, ഗ്രാവിറ്റി ഫീഡ് അല്ല, സ്പ്ലാഷ് മെത്തേഡ് അല്ല, പവർ പ്രഷർ മെത്തേഡ് അല്ല, ഹാൻഡ് പ്രഷർ ഫീഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കട്ടിംഗ് ഫ്ലൂയിഡ് ഈസ് യൂസ്ഡ് ഫോർ ഹെവി ഡ്യൂട്ടി മെഷീൻസ് വിത്ത് ലെസ് കട്ടിംഗ് സ്പീഡ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വിച്ച് കട്ടിംഗ് ഫ്ലൂയിഡ് ഈസ് യൂസ്ഡ് ഫോർ heavy duty machines with a less cutting speed? Fatty oil, synthetic oil, soluble oil, straight mineral oil. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, ഫാറ്റി ഓയിൽ. ഫാറ്റി ഓയിൽ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ കുറച്ച് കട്ടിംഗ് ഫ്ലൂയിഡ്, അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. കട്ടിംഗ് ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളതാണോ കട്ടിംഗ് ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് നോക്കിയേ. കൂളിംഗ് ഓഫ് ദി ടൂൾ ആൻഡ് വർക്ക് പീസ് അല്ലെ. കൂളിംഗ് ഓഫ് ദി ടൂൾ ആൻഡ് വർക്ക് പീസ്. കൂളിംഗ് ദി ടൂൾ ആൻഡ് ദി വർക്ക് പീസ്. വർക്ക് പീസിനെയും ടൂളിനെയും കൂൾ ചെയ്യാം. റെഡ്യൂസിങ് ദി ഫ്രിക്ഷൻ ബിറ്റ്വീൻ ചിപ്പ് ആൻഡ് ടൂൾ ഫേസ് അല്ലെ. ചിപ്പും ടൂൾ ഫേസും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുക. പ്രിവെന്റിങ് ചിപ്സ് ഫ്രം വെൽഡിങ് ടു ടൂൾ കട്ടിംഗ് എഡ്ജ്. ടൂളിന്റെ കട്ടിംഗ് എഡ്ജ് അതുമായിട്ട്
ചിപ്പ് വെൽഡ് ചെയ്യാതിരിക്കുന്നതിന് അല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുക. ഓക്കെ, അവിടെ ഹോട്ട് റീജിയൻ ആണ്. ടൂൾ ടിപ്പും ചിപ്പും തമ്മിലുള്ള ഇന്റർഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഹോട്ട് റീജിയൻ ആണ്. അപ്പൊ അവിടെ വെൽഡ് ആവാൻ സാധ്യതയുണ്ടാകും, ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും കട്ടിംഗ് ഫ്ലൂയിഡ് കൊടുത്തു കഴിഞ്ഞാൽ വെൽഡിങ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഫ്ലഷിംഗ് അവേ ദി ചിപ്സ് ഫ്രം ദി കട്ടിംഗ് ഏരിയ, അല്ലെ? ചിപ്സിനെ കട്ടിംഗ് ഏരിയയിൽ നിന്ന് ഫ്ലഷ് ചെയ്ത് കളയുക, പുറത്തേക്ക് കൊണ്ട് കളയുക. പ്രൊവൈഡിങ് കൊറോഷൻ ഓഫ് ദി വർക്ക് പീസ് ആൻഡ് മെഷീൻസ്. ഇതൊക്കെയാണ് കട്ടിംഗ് ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ചോദിക്കാം, വാട്ട് ആർ ദി ഫംഗ്ഷൻസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ ചോദിക്കട്ടെ. ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കട്ടിംഗ് ഫ്ലൂയിഡിന്റെ ടൈപ്സ്, നമുക്ക് ഈ 5 ടൈപ്പ് കട്ടിംഗ് ഫ്ലൂയിഡ് ഉള്ളത്. പ്രധാനമായിട്ട് 5 ടൈപ്പ് ഉണ്ട്. സ്ട്രൈറ്റ് മിനറൽ ഓയിൽ, കെമിക്കൽ സൊല്യൂഷൻ അല്ലെങ്കിൽ സിന്തറ്റിക് ഫ്ലൂയിഡ്, കോമ്പൗണ്ടഡ് ഓർ ബ്ലെൻഡഡ് ഓയിൽ, ഫാറ്റി ഓയിൽ, സോൾബിൾ ഓയിൽ. നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും പ്രത്യേകത എന്താ നോക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്നതൊക്കെ PYQs ആണ്. പല എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്, ഗവൺമെന്റ് എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെയാണ് സ്ട്രൈറ്റ് മിനറൽ ഓയിൽ. സ്ട്രൈറ്റ് മിനറൽ ഓയിൽ സ്ട്രൈറ്റ് മിനറൽ ഓയിൽ ഓട്ടോ മാച്ചിൽ ഉപയോഗിക്കുന്നു, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓട്ടോ മാച്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയാം? ഓട്ടോ മാച്ച് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, PYQ ആണേ. ഓട്ടോ മാച്ചിൽ ഉപയോഗിക്കുന്ന മിനറൽ ഓയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് മിനറൽ ഓയിലാണ്. സ്ട്രൈറ്റ് മിനറൽ ഓയിൽ പേരൊന്നും കാണാൻ വെച്ചോളാം. ഓട്ടോ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചില ആക്ടിവിറ്റീസ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫുഡ് ഡെലിവറി ചെയ്യുന്ന, അല്ലെ എന്തെങ്കിലും നമ്മൾ പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ. ആളില്ലാതെ, ഒരു വെയിറ്ററുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് സർവീസ് തരുന്ന സാധനങ്ങൾ. അപ്പോൾ അവിടെ കുറെ പാർട്സിന്റെ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഓട്ടോ മാച്ച്, അങ്ങനെയുള്ള മെഷീൻസിനൊക്കെയാണ് ഓട്ടോ മാച്ച് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മെഷീൻസിൽ ഉപയോഗിക്കുന്ന ഓയിൽ അല്ല ലൂബ്രിക്കന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് മിനറൽ ഓയിലാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അത് സ്ട്രെസ് ചെയ്ത് പഠിച്ചോണം. ഓക്കെ, ഇനി ഈ സ്ട്രൈറ്റ് മിനറൽ ഓയിലിന്റെ ഒരു എക്സാമ്പിൾ ആണ് കെറോസിൻ. ഞാൻ PYQs ആണ് പറയുന്നത് കേട്ടോ. സ്ട്രൈറ്റ് മിനറൽ ഓയിലിന്റെ എക്സാമ്പിൾ ആണ് കെറോസിൻ. കെറോസിൻ ആണ് എന്ത്? കെറോസിൻ ആണ് നമ്മൾ അലൂമിനിയം, അതുപോലെ തന്നെ എന്താ കോപ്പർ, അലൂമിനിയം, കോപ്പർ, അലൂമിനിയത്തിന്റെ അലോയ്സ്, ഓക്കെ, ഇതിന്റെ എല്ലാം മെഷീനിങ്ങിന് കൂളന്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. എന്താണ്? കെറോസിൻ ആയിരിക്കും അലൂമിനിയം, കോപ്പർ തുടങ്ങിയ കൂളന്റിന്റെ എല്ലാം, തുടങ്ങിയ വസ്തുക്കളുടെ എല്ലാം മെഷീനിങ്ങിന് വേണ്ടി കൂളന്റായിട്ട് ഉപയോഗിക്കുന്നത് കെറോസിൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. നെക്സ്റ്റ് ആണ് നമുക്ക് സിന്തറ്റിക് ഓയിൽ എന്ന് പറയും. സിന്തറ്റിക് ഓയിൽ അടുത്ത ടൈപ്പ് കൂളുണ്ട്. സിന്തറ്റിക് ഓയിൽ ആ പേര് തന്നെയുണ്ട്. സിന്തറ്റിക് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണത്. അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കെമിക്കൽ സൊല്യൂഷൻ എന്ന് പറയും. മോസ്റ്റ് കോമൺലി വിളിക്കുന്നത് സിന്തറ്റിക് ഓയിൽ എന്നാണ്. സിന്തറ്റിക് ഓയിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽസ് നമ്മൾ ആർട്ടിഫിഷ്യലി വാട്ടറുമായിട്ട് മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഓയിൽ ആയതുകൊണ്ടാണ് സിന്തറ്റിക് ഓയിൽ എന്ന് പറയാൻ കാരണം. ഓക്കെ, ദെൻ ഇവിടുന്ന് പ്രത്യേകിച്ച് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും അതും കണ്ടിട്ടില്ല. വായിച്ചു നോക്കിയേ. ദീസ് ഫ്ലൂയിഡ്സ് കൺസിസ്റ്റ് ഓഫ് കെയർഫുള്ളി സെലക്ടഡ് കെമിക്കൽസ് മിക്സ്ഡ് വിത്ത് വാട്ടർ. അതായത് കെമിക്കൽസിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഓയിൽ ഉണ്ടാക്കുന്നത്. ഇതിന് എക്സലന്റ് ഫ്ലഷിംഗ് ആൻഡ് കൂളിംഗ് ആക്ഷൻസ് ഉണ്ട്. അതായത് ഫ്ലഷിംഗ് എന്ന് പറയുന്നത് എന്താ? ഈ ചിപ്സിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതിനാണ് ഫ്ലഷിംഗ് എന്ന് പറയുന്നത്. കൂളിംഗ് ആക്ഷൻ ഉണ്ട്. ഇത് നോൺ കൊറോസീവ് ആണ്. നോൺ ക്ലോഗിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നോൺ ക്ലോഗിങ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഉറഞ്ഞ് ഇരിക്കുക എന്നുള്ള. ക്ലോഗിങ് എന്ന് പറഞ്ഞാൽ ഉറഞ്ഞിരിക്കുക അല്ലെ? ടെമ്പറേച്ചർ പറയുമ്പോൾ അത് ക്ലോഗ് ആവും, അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കും. നോൺ ക്ലോഗിങ് പ്രോപ്പർട്ടി ഉണ്ട്. സ്യൂട്ടബിൾ ഫോർ ഗ്രൈൻഡിങ് ആൻഡ് സോവിങ്. ആർട്ടിഫിഷ്യൽ കളറിങ്, അതൊന്ന് ഓർത്ത് വെച്ചോളേ. ആർട്ടിഫിഷ്യൽ കളറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ നമ്മൾ ആർട്ടിഫിഷ്യലി കളർ കൊടുക്കുന്നു, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതായത് ഈ ഓയിലിനൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ കളറിങ് മെത്തേഡ് വെച്ചിട്ട് അതിന് കൃത്രിമമായിട്ട് കളർ നമ്മൾ ചേർക്കാറുണ്ട് ഇതിലേക്ക്. വേറെ ഒന്നുമില്ല, അതിനൊരു പർട്ടിക്കുലർ കളർ കിട്ടാൻ വേണ്ടിയാണ്. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഇവിടെ PYQs ചോദിച്ചിട്ടില്ല കേട്ടോ. സിന്തറ്റിക് ഓയിൽ. അടുത്താണ് കോമ്പൗണ്ടഡ് ഓർ ബ്ലെൻഡഡ് ഓയിൽ.
കോമ്പൗണ്ടഡോ ബ്ലെൻഡഡ് ഓയിൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ലെയ്ത്തിൽ ഉപയോഗിക്കുന്നത്. PVQ ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് ലെയ്ത്തിൽ ഉപയോഗിക്കുന്ന ഒരു കൂളൻ്റ് ആണ് കോമ്പൗണ്ടഡ് ഓയിൽ അല്ലെങ്കിൽ ബ്ലെൻഡഡ് ഓയിൽ എന്ന് പറയും. ബ്ലെൻഡഡ് ഓയിൽ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ വരുന്നു ഫാറ്റി ഓയിൽ. ഫാറ്റി ഓയിൽ ഇവിടെ ഉപയോഗിക്കുന്നത് നോക്കി. ഫാറ്റി ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഡ്യൂട്ടി മെഷീൻസ് വിത്ത് ലോവർ കട്ടിംഗ് സ്പീഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹെവി ഡ്യൂട്ടി മെഷീൻസ് വിത്ത് ലോവർ കട്ടിംഗ് സ്പീഡ്. ഹെവി ഡ്യൂട്ടി മെഷീൻസിൽ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? ഫാറ്റി ഓയിൽ എന്ന് പറയുന്നത്. ഹെവി ഡ്യൂട്ടി മെഷീൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഓൾസോ യൂസ്ഡ് ഫോർ ബെഞ്ച് വർക്ക് ഓപ്പറേഷൻസ് സച്ച് ആസ് കട്ടിംഗ് ത്രെഡ് ആൻഡ് യൂസിങ് ടാപ്പ് ആൻഡ് ഡൈസ്. അതായത് ഈ ടാപ്പ് ഡൈ ഒക്കെ ഉപയോഗിച്ച് ത്രെഡ് കട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസിലൊക്കെ നമ്മൾ ഫാറ്റി ഓയിൽ ഉപയോഗിക്കാറുണ്ട്. ഫസ്റ്റ് പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. ഹെവി ഡ്യൂട്ടി മെഷീൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫാറ്റി ഓയിലാണ്. അടുത്തത് സോലുബിൾ ഓയിൽ അല്ലെങ്കിൽ എമൾസിഫൈഡ് ഓയിൽ. സോലുബിൾ ഓയിൽ ഓർ എമൾസിഫൈഡ് ഓയിൽ. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോലുബിൾ ഓയിൽ, അതായത് പർട്ടിക്കുലർ ടൈപ്പ് ഓയിലാണ് സോലുബിൾ ഓയിൽ. ഈ സോലുബിൾ ഓയിലിൽ നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. എന്ത് റേഷ്യോയിലാണ്? 1:20 റേഷ്യോ. ഇത് ചിലപ്പോൾ ചോദിക്കാം. ഇതൊരു ചോദിച്ചിട്ടില്ല, ചിലപ്പോൾ ചോദിക്കാം. 1:20 റേഷ്യോയിൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. അതായത് വാട്ടർ 20 എടുക്കുമ്പോൾ സോലുബിൾ ഓയിൽ എന്താണ്? 1% എടുക്കും. സോലുബിൾ ഓയിലിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. ഓക്കെടാ. അങ്ങനെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു കൂളൻ്റ് ആണ് സോലുബിൾ ഓയിൽ. അതിനെ വിളിക്കുന്നതിൽ മറ്റൊരു പേരാണ് എമൾസിഫൈഡ് ഓയിൽ. ഇനി ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഈ എമൾസിഫൈഡ് ഓയിലിന്റെ കളർ എന്താണ്? അതായത് ഇത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ, പറയുന്ന സോലുബിൾ ഓയിൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കളർ എന്താണ്? ഒരു വൈറ്റ് മിൽക്കി സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങൾ ചിലപ്പോൾ ഇൻഡസ്ട്രിയിലൊക്കെ പോയാൽ കണ്ടേണ്ടാവും ഈ കൂളൻ്റ്. വൈറ്റ് മിൽക്കി സൊല്യൂഷൻ. ഇത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂളൻ്റ് ആണ്. അപ്പോൾ സോലുബിൾ ഓയിൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വൈറ്റ് മിൽക്കി സൊല്യൂഷൻ ആണ്. വൈറ്റ് കളറാണ് കേട്ടോ. സോ അത്രയും കാര്യങ്ങളാണ് കൂളന്റിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ള. ഇനി പറഞ്ഞേ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദി കളർ ഓഫ് സോലുബിൾ ഓയിൽ മിക്സ്ഡ് വിത്ത് വാട്ടർ? പറഞ്ഞ ആൻസർ പറഞ്ഞതാ, പറഞ്ഞോളൂ. വൈറ്റ് ആണ് കേട്ടോ. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോലുബിൾ ഓയിൽ വാട്ടറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കളറിലുള്ള ഒരു കൂളൻ്റ് ആയിരിക്കും കിട്ടുക. സോ അത് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. വാട്ട് കൂളൻ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ ടാപ്പിംഗ് കോപ്പർ ഓർ അലൂമിനിയം? കെറോസിൻ. നമ്മൾ അലൂമിനിയം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓർത്തോളണം, കെറോസിനാണ് കൂളൻ്റ്. ഇത് പലപ്പോഴും പല രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അലൂമിനിയം എന്ന് കേട്ട് കഴിഞ്ഞാൽ കെറോസിനാണ്. അലൂമിനിയം, കോപ്പർ എന്നിവയുടെ മെഷീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൂളൻ്റ് എന്ന് പറയുന്നത് കെറോസിനാണ്. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോവിംഗ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി. എ ലൂബ്രിക്കന്റ് ഈസ് നെസസറി ടു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വായിച്ചോക്കെ. A lubricant is necessary to run the machine smoothly, taking least load, run the machine quickly, stop the machine immediately, produce work piece of greater accuracy. ഡൗട്ട് ഉണ്ടല്ലോ, ചെറിയ ഡൗട്ട് വരും അല്ലേ? ഏതായിരിക്കും ഒരു മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. നോക്കി, നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ചെറിയ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ ബിയും സിയും എല്ലാം ഉറപ്പാ. കാരണം ലൂബ്രിക്കന്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് മെഷീൻ ക്വിക്കായിട്ട് റൺ ചെയ്യിക്കാൻ വേണ്ടി അല്ല ലൂബ്രിക്കന്റ് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയല്ല. ലൂബ്രിക്കന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഒരു സെക്കൻഡറി റിസൾട്ട് അത് എന്താണ്? പ്രൊഡ്യൂസ് വർക്ക് പീസ് ഓഫ്
ഇത് വർക്ക് പീസ് എന്നാട്ടോ, വർക്ക് പീസ്. പ്രൊഡ്യൂസ് വർക്ക് പീസ് ഓഫ് ഗ്രേറ്റർ ആക്യുറസി. ഓക്കെ, ആ ലൂബ്രിക്കന്റ് ഉപയോഗിക്കുന്നതിൽ മൂലമുള്ള ഒരു സെക്കൻഡറി റിസൾട്ട് ആണ് ആക്ച്വലി അത്. പക്ഷെ ലൂബ്രിക്കന്റിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ടു റൺ ദി മെഷീൻ സ്മൂത്ത്ലി, ടേക്കിംഗ് ലീസ്റ്റ് ലോഡ്. അതായത് മെഷീനിൽ ലീസ്റ്റ് ലോഡ് ആക്ട് ചെയ്യണം. മെഷീനിൽ ലീസ്റ്റ് ലോഡ് ആക്ട് ചെയ്യണം. മെഷീൻ സ്മൂത്ത് ആയിട്ട് റൺ ആവണം. ഓക്കെ, അതാണ് എന്ത് ലൂബ്രിക്കന്റിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ദി പ്രോപ്പർട്ടി ഓഫ് എ ഗുഡ് ലൂബ്രിക്കന്റ്? Which one of the following is not the property of a good lubricant? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണല്ലേ? ഓപ്ഷൻ എ, നോ ചേഞ്ച് ഇൻ വിസ്കോസിറ്റി ഡ്യൂ ടു വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ. അത് നല്ലൊരു പ്രോപ്പർട്ടിയാ. ഒരിക്കലും ഒരു കൂളന്റിന്റെ വിസ്കോസിറ്റി ടെമ്പറേച്ചർ അനുസരിച്ച് ചേഞ്ച് ആവരുത്. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് പ്രോപ്പർട്ടി. റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ മെഷീൻ പാർട്സ്. ഇതും കൂളന്റിന്റെ ഒരു പ്രോപ്പർട്ടിയാ, നോട്ട് എ പ്രോപ്പർട്ടി എന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ, ടേക്സ് അപ്പ് ദി സർഫസ് പ്രഷർ ബിറ്റ്വീൻ സ്ലൈഡിംഗ് പാർട്സ്. ഇതും ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അല്ലെ. സ്ലൈഡിംഗ് പാർട്സിന്റെ സർഫസ് പ്രഷർ ടേക്കപ്പ് ചെയ്യുക. ബിക്കം തിക്കർ ആഫ്റ്റർ പ്രൊലോങ്ഡ് യൂസ്. എന്ന് വെച്ചാൽ എന്താ? അതായത് കുറെ നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ തിക്കാവുന്നു. തിക്കാവുന്ന പറഞ്ഞാൽ വിസ്കോസിറ്റി കുറയുന്നു. ഓക്കെ, ഇത് നല്ലൊരു പ്രോപ്പർട്ടി അല്ല അല്ലെ. സോ നോട്ട് എ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. യു ഹാവ് എ ത്രെഡ്, യു ഹാവ് ടു കട്ട് എ ത്രെഡ് ഓൺ അലൂമിനിയം. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് കൂളന്റ് യു വിൽ യൂസ്? സിമ്പിൾ ആണല്ലേ. അലൂമിനിയം എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കെറോസിൻ ആണ് ഉപയോഗിക്കേണ്ടത്. കെറോസിൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് സ്യൂട്ടബിൾ for cutting fluid for drilling mild steel? സോലിബിൾ ഓയിൽ. എന്താണ് ആൻസർ? സി ആണ്. സി. സോലിബിൾ ഓയിൽ ആണ്. അത് ബൈ ഹാർട്ട് ചെയ്തോളണം. മൈൽഡ് സ്റ്റീലിനെ നമ്മൾ സോലിബിൾ ഓയിൽ പറഞ്ഞായിരുന്നു അല്ലെ. സോ മൈൽഡ് സ്റ്റീലിനെ കട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സോലിബിൾ ഓയിലാണ് കേട്ടോ. അതിന്റെ ആ പോയിന്റ് അപ്പോൾ ഒന്നുകൂടി ആഡ് ചെയ്തോളണം. സോലിബിൾ ഓയിൽ കാണാൻ പഠിച്ചോളാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മൈൽഡ് സ്റ്റീലിനെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സോലിബിൾ ഓയിലാണ്. ആൻസർ പറഞ്ഞേ. സ്ലൈഡ് വൈസ് ഓഫ് എ മെഷീൻ ആർ ക്വിക്ലി ലൂബ്രിക്കേറ്റ്. സ്ലൈഡ് വൈസ് ഓഫ് മെഷീൻസ് ആർ ഫ്രീക്വന്റ്ലി ലൂബ്രിക്കന്റ് ബൈ. ഈ മെഷീന്റെ സ്ലൈഡ് വൈസ് ഏതാണ്? മെഷീന്റെ സ്ലൈഡ് വൈസ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം? അതിന്റെ മുകളിൽ കൂടെ എന്താണ്? നമ്മുടെ എന്തെങ്കിലും ഒരു പാർട്ട് മൂവ് ചെയ്യായിരിക്കും അല്ലെ. സോ ആ ഭാഗം നമ്മൾ എങ്ങനെയാണ് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടത്? നോക്കി നമുക്ക് അവിടെ ഗ്രീസ് ഗൺ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഗ്രീസ് ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ പാർട്ടുകളൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രീസ് ഗൺ ഉപയോഗിക്കുന്നത് അല്ലെ. റിംഗ് ലൂബ്രിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഈ പറയുന്ന ഒരു സ്പ്ലാഷ് ടൈപ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണ്. അതും ഇതുപോലെ ഇന്നർ പാർട്ടുകളൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വിക് ഫീഡ് ലൂബ്രിക്കേറ്റേഴ്സ് ഇത് നമ്മൾ ഈ സ്ലൈഡ് വൈസിൽ ഉപയോഗിക്കില്ല. മെഷീന്റെ സ്ലൈഡ് വൈസ് നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ ഓയിൽ ക്യാൻ മതിയില്ലേ. വെറുതെ ഓയിൽ ക്യാൻ ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് ഓയിൽ ക്യാൻ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. സോ ഓയിൽ ക്യാൻ ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഓയിൽ ക്യാൻ കേട്ടോ. വിച്ച് കൂളന്റ് ഓയിൽ എമൾസിഫൈഡ് വിത്ത് വാട്ടർ? സോലിബിൾ ഓയിൽ. നമ്മൾ പറഞ്ഞാണല്ലേ. സോലിബിൾ ഓയിലാണ്. സോലിബിൾ ഓയിൽ അല്ലെങ്കിൽ എമൾസിഫൈഡ് ഓയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നത് ഈ സോലിബിൾ ഓയിലാണ്. ഓക്കെ, എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത് എമൾസിഫിക്കേഷൻ. ഹലോ സാറേ. പറഞ്ഞോ. നമ്മുടെ സിന്തറ്റിക് ഓയിൽ ഇല്ലേ, അപ്പം അത് നോർമലി നമ്മള് വാട്ടറുമായിട്ട് ഡൈലൂട്ട് ചെയ്യൂലേ? സിന്തറ്റിക് ഓയിൽ എന്ന് പറയുമ്പോൾ അത് ഒരു നമ്മൾ കെമിക്കൽ ആണ് വാട്ടറായിട്ട് ഡൈലൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി അവിടെ ഉണ്ടാകുന്നത് ഒരു എമൾസിഫൈഡ് എമൾഷൻ അല്ല. എമൾഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ഒരു പച്ചവെള്ളത്തിലേക്ക് ഈ കോക്കനട്ട് ഓയിൽ ഇട്ടെന്ന് വിചാരിക്കാം. കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തെന്ന് വിചാരിക്കാം.
പച്ചവെള്ളത്തിലേക്ക് കോക്കനട്ട് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ എന്ത് ചെയ്യില്ല, ഡിസോൾവ് ആവില്ല. അതിങ്ങനെ ചെറിയ ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. നമ്മൾ എന്തോരം ഇളക്കിയാലും അത് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഇങ്ങനെ എടുക്കുള്ളൂ. അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് എമൾഷൻ എന്ന് പറയാം. അപ്പോൾ ഈ പറയുന്ന സിന്തറ്റിക് ഓയിൽ എന്ന് പറയുന്നത് എമൽഷൻ അല്ല, ആക്ച്വലി ഒരു സോൾവെന്റ് ആണ്. ആക്ച്വലി വാട്ടറുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആവുന്ന കെമിക്കൽസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. കെമിക്കൽസ് പ്ലസ് വാട്ടർ ആണ് സിന്തറ്റിക് ഓയിൽ എന്ന് പറയുന്നത്. പക്ഷെ സോലുബിൾ ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു എമൾസിഫൈഡ് ഓയിലാണ്. അതായത് അതൊരു സോൾവെന്റ് അല്ല, അതൊരു എമൾഷൻ ആണ്. എമൾഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഡിസോൾവ് ആവാത്ത സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. സോ വിച്ച് കൂളന്റ് ഓയിൽ എമൾസിഫൈഡ് വിത്ത് വാട്ടർ. എമൾസിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ശരിക്കും ഇളക്കുന്നു, പക്ഷെ എന്താവുന്നില്ല, അത് സോൾവെന്റ് ആയിട്ട് മാറുന്നില്ല. അതാണ് എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസർ എന്തായാലും സോലുബിൾ ഓയിൽ എന്ന് വരും. നമുക്കത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമായിരിക്കും, എന്തെങ്കിലും ഫിൽറ്ററിംഗ് മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അല്ല, നമുക്കിതില് എന്തോ എമൾസിഫിക്കേഷനോ ഡി എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഡെഫിനിഷൻ ഉണ്ടല്ലോ. അപ്പൊ അത് ഈ സോലിബിൾ ഓയിലായിട്ടാണോ കൂടുതലും പറയുന്നത്? അതെ, എമൾസിഫൈഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോലിബിൾ ഓയിലാണ്. സോലിബിൾ ഓയിൽ. ഡി എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഇത് പഠിക്കാനുണ്ടല്ലോ. ഏതിലുള്ള രണ്ട് ടേം കൂടി ഒന്ന് പറഞ്ഞുതരാമോ? എമൾസിഫിക്കേഷനും ഡി എമൾസിഫിക്കേഷനും ഉണ്ട്. വേറെ ഒന്നുമല്ല. എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു ലിക്വിഡ്, വാട്ടർ, ആ വാട്ടറിലേക്ക് നമ്മൾ വേറൊരു ഫ്ലൂയിഡ്, വേറൊരു ലിക്വിഡ് ആഡ് ചെയ്യാണ്. പക്ഷെ ആ ലിക്വിഡ് എന്താവൂല, ഇതില് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവില്ല. ഇമ്മിസിബിൾ എന്നാണ് പറയുന്നത്. ഇമ്മിസിബിൾ. ഓക്കെ, ഇമ്മിസിബിൾ, ഡിസോൾവ് ആവാത്തൊരു ഫ്ലൂയിഡ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റിർ ചെയ്ത് ഉണ്ടാക്കുന്ന ആ സൊല്യൂഷനാണ് എന്ത് പറയുന്നത്, എമൽഷൻ എന്ന് പറയുന്നത്. എമൽഷൻ. ഇനി നമ്മൾ ഇതിനെ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെ ബോയിലിംഗ് പോയിന്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. നമ്മൾ ഈ പെയിന്റ് ഒക്കെ ഇല്ലേ എമൽഷൻ ആയിട്ടുള്ള, എമൽഷൻ എന്ന് വിളിക്കുന്ന പെയിന്റുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എമൾസിഫിക്കേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ്. While machining cast iron, the coolant use should be the following one. Cast iron മെഷീൻ ചെയ്യുമ്പോൾ ഏത് കൂളന്റ് ഉപയോഗിക്കേണ്ടത്? കാസ്റ്റ് iron നമ്മൾ മെഷീൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വേറെ കൂളന്റ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, എയർ ഉപയോഗിക്കാം. അതായത് എയറിന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യാം, മെഷീൻ ചെയ്യാം. കാസ്റ്റ് iron ഇറ്റ്സെൽഫ് അതിനെന്തുണ്ട്, ഒരു ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ്. കാരണം കാസ്റ്റ് iron എന്തുണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ് അത് ചോദിക്കട്ടോ. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. ലൂബ്രിക്കന്റ്. അപ്പൊ നമ്മൾ കാസ്റ്റ് അയണിന്റെ ലൂബ്രിക്കന്റ് അല്ലെങ്കിൽ കൂളന്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ആണ്. ഓക്കെ, എയർ. നമ്മൾ നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാണ്. നെയർലിംഗിൽ ഒരുപാടൊന്നും പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് നെയർലിംഗ് എന്താണ്, അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ജസ്റ്റ് എന്ന് പറയാം. 1-2 പോയിന്റ് കാണാതെ പഠിക്കേണ്ടതുണ്ട്, അതും പറയാം. Which type of knurling can be makes square shaped pattern? Which type of knurling make square shaped pattern? ഏത് knurling ആണ് സ്ക്വയർ ഷേപ്ഡ് പാറ്റേൺ ഉണ്ടാക്കുന്നത്? ക്രോസ് knurling. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ക്രോസ് knurling ആണ്. ക്രോസ് knurling. അപ്പൊ ഏതൊക്കെയാണ് ഈ 4 ടൈപ്പ് നോക്കാം. ഇപ്പൊ knurling എന്ന് പറഞ്ഞാൽ എന്താണ്? knurling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് ഷേപ്പോ അല്ലെങ്കിൽ ഒരു ക്രോസ് ഷേപ്പോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ ഷേപ്പോ ഒരു വർക്ക് പീസിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിപാടിയാണ് knurling എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺലി ഡയമണ്ട് ഷേപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഡയമണ്ട് ഷേപ്പ്. knurling എന്ന് കേൾക്കുമ്പോൾ മോസ്റ്റ് കോമൺലി ഡയമണ്ട് ഷേപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ knurlingന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, ഇതൊരു ഫോമിംഗ് ഓപ്പറേഷൻ ആണ്. ഫോമിംഗ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ചിപ്പ് റിമൂവൽ ഇല്ല. അത് ചോദിക്കാട്ടോ. നോ ചിപ്പ് റിമൂവൽ. knurlingൽ എന്തില്ല, ചിപ്പ് റിമൂവൽ ഇല്ല. ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ് നോ ചിപ്പ് ഈസ് ഫോംഡ്? എന്ന് ചോദിക്കാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ് നോ ചിപ്പ് ഈസ് ഫോംഡ്? ആൻസർ knurling ആണ്. knurling എന്ന് പറയുന്ന ഒരു ഫോമിംഗ് പ്രോസസ് ആണ്. പിന്നെ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1/3 ഓഫ് ലേണിംഗ് സ്പീഡാണ്.
1/3 ഓഫ് ടേണിങ് കേട്ടോ. ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1/3 ഓഫ് ടേണിങ് ആണ്. അതായത് സ്ലോ ആയിട്ടാണ് നെയർലിങ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെയർലിങ്. ഓക്കെ, ജസ്റ്റ് ആ ഫിഗർ എന്ന് അറിഞ്ഞാൽ മതി. ഡയമണ്ട് നെയർലിങ്, ഇതാണ് ഡയമണ്ട് നെയർലിങ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രൈറ്റ് നെയർലിങ്, ഇതൊക്കെ ഓരോ ടൈപ്പ് ടൂൾ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ എന്താണ് ക്രോസ് നെയർലിങ്, ഇതാണ് ക്രോസ് നെയർലിങ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഏത് നെയർലിങ്ങിലാണ് സ്ക്വയർ ഷേപ്പ് കിട്ടുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ഇത് ക്രോസ് നെയർലിങ് ആണ്. ക്രോസ് നെയർലിങ്, കോൺകേവ് നെയർലിങ്, കോൺവെക്സ് നെയർലിങ്. ഏതിനാണ് സ്ക്വയർ ഷേപ്പ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രോസ് നെയർലിങ് ആണ്. ഇനി നമുക്ക് ഈ നെയർലിങ്ങിന്റെ ഗ്രേഡ്സ് എന്ന് പറഞ്ഞ സിലബസിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ഗ്രേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗ്രേഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ നെയർലിങ് എന്ന് പറയുന്നത് നമുക്ക് 3 ഗ്രേഡ്സ് ആണ് അതിനുള്ളത്. അതായത് 3 രീതിയിലാണ് നമുക്ക് ഈ നെയർലിങ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് കോഴ്സ് നെയർലിങ് എന്ന് പറയും, മീഡിയം നെയർലിങ് എന്ന് പറയും, അതുപോലെ തന്നെ ഫൈൻ നെയർലിങ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ 3 ഗ്രേഡുകളുണ്ട്. ഞാൻ അതിന്റെ ആ TPI എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? TPI പിച്ചിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ആണ്. ത്രെഡ്സ് പെർ ഇഞ്ച് എന്ന് പറയും. ത്രെഡ്സ് പെർ ഇഞ്ച് കേട്ടോ. സോ ഈ കോഴ്സ് നെയർലിങ്ങിന് എന്താ ചെയ്യുന്നത്? കോഴ്സ് നെയർലിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഉണ്ടല്ലോ, ആ ടൂൾ നമ്മൾ നെർൽ എന്ന് പറയും. നെർൽ. അപ്പൊ കോഴ്സ് നെയർലിങ്ങില് നമ്മൾ ഉപയോഗിക്കുന്ന ആ നെയർലിന്റെ പിച്ച് എന്ന് പറയുന്നത് അതിന്റെ 2 കറസ്പോണ്ടിങ് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് പിച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ പിച്ച് എന്ന് പറയുന്നത് 1.75 mm ആണ്. ചിലപ്പോൾ ചോദിക്കും കേട്ടോ, 1.75 mm. അത് നമ്മൾ TPIന്റെ യൂണിറ്റിലും പറയാറുണ്ട്. 1.75 mm പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 TPI ആണ്. ത്രെഡ്സ് പെർ ഇഞ്ച് 14 TPI. അപ്പൊ ഈ 2 വാല്യൂസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളാം. കാരണം നെയർലിങ്ങിന്റെ ഗ്രേഡ്സ് നമ്മുടെ സിലബസിലുണ്ട്. സോ കോഴ്സ് നെയർലിങ്ങിന്റെ ആ നെയർലിന്റെ പിച്ച് എന്ന് പറയുന്നത് 1.75 mm ആണ്, അല്ലെങ്കിൽ 14 TPI ആണ്. ഈ മീഡിയം നെയർലിംഗ് ആണെങ്കിൽ അതിന്റെ നെയർലിന്റെ പിച്ച് എന്ന് പറയുന്നത് 1.25 ആണ്. 1.25 TPIയിൽ പറയുകയാണെങ്കിൽ 21 ത്രെഡ്സ് പെർ ഇഞ്ച് എന്ന് വരും. അതായത് ഒരു ഇഞ്ചിൽ എത്ര ത്രെഡ് ഉണ്ട് എന്നുള്ളതാണ് ഈ ത്രെഡ്സ് പെർ ഇഞ്ച് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഫൈൻ നെയർലിംഗ്, 3ാമത്തെ ഗ്രേഡ് ഫൈൻ നെയർലിംഗിലാണെങ്കിൽ അതിന്റെ പിച്ച്, ആ നെയർലിന്റെ പിച്ച് എന്ന് പറയുന്നത് 0.75 mm ആണ്, അല്ലെങ്കിൽ 33 TPI ആണ്. ഈ വാല്യൂസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്തോ. നെയർലിംഗ് ഗ്രേഡ്സ് എന്ന് പറയുന്ന സെഷനിലുള്ള കുറച്ച് വാല്യൂസ് ആണ്. ഓക്കെ.